2.5 വർഷമായിട്ടും റോഡ് പാലം നിർമ്മാണം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ലെന്ന നിലപാടെടുത്തിരിക്കുകയാണ് പത്തനംതിട്ട പെരുനാട് നെടുമൺ നിവാസികൾ. വഴിയില്ലെങ്കിൽ വോട്ടില്ല. ഇതാണ് നാട്ടുകാർ സ്ഥാപിച്ച ബാനറിന്റെ ഉള്ളടക്കം. മഴ പെയ്താൽ റോഡ് ചെളിക്കുണ്ടാകും. പിന്നെ എങ്ങനെ ബാനർ കെട്ടാതിരിക്കും അല്ലേ? റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ ഒരു ഓട്ടോറിക്ഷ പോലും തങ്ങളുടെ നാട്ടിലേക്ക് വരില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ ചെളിക്കുണ്ടിൽ വീഴുന്നതും ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. പ്രവീൺ പുരുഷോത്തമൻ കാട്ടിത്തരും അവിടുത്തെ അവസ്ഥ. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്? നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. തൊണ്ടിക്കയം മണിയാർ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷത്തിലധികമായി. മഴ ഇപ്പോൾ കുറവാണ്. മഴ പെയ്യുകയാണെങ്കിൽ ഈ റോഡ് മുഴുവൻ ചളിക്കുണ്ടായി മാറും. ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. മഴ പെയ്ത് ചളിക്കുണ്ടായി കിടക്കുന്ന സമയം പല അപകടങ്ങളും ഇവിടെ സംഭവിക്കാറുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകളാണ് അപകടം പറ്റിയവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റാറ്. എത്രമാത്രം ബുദ്ധിമുട്ടാണ് വഴിയാ വണ്ടി ഓടിക്കുന്നത്? ரொம்ப കഷ്ടം. വലിയ വരവേ മുടിയല്ല, ഓട്ടോ സർവീസ് ഇല്ല. ഈ റോഡിൽ നിലവിൽ ഉണ്ടായിരുന്ന പാലം പൊളിച്ചു കളഞ്ഞ് പുതിയ പാലത്തിന്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ആ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അതായത് 2018 പ്രളയത്തിൽ ഇവിടെ മുഴുവൻ വെള്ളത്തിലായിരുന്നു. അന്ന് പാലത്തിന് വലിയ നാശനഷ്ടമൊക്കെ നേരിട്ടിരുന്നു. ഇപ്പോൾ ആ പാലത്തിന്റെ നിർമ്മാണം ഈ കാണുന്ന രീതിയിൽ മാത്രമാണ്. 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ നിറയിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ഗ്യാസ് വണ്ടി വരത്തില്ല, മീൻ വണ്ടി വരത്തില്ല, പച്ചക്കറി വരത്തില്ല. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വഴിയില്ലെങ്കിൽ വോട്ടില്ല എന്ന്. അതാണോ തീരുമാനം? അതാണ് ഇപ്പൊ നിലവിലത്തെ തീരുമാനം. കാരണം 2 വർഷമായി ഇപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹോട്ടലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് വഴിയായില്ല പോകാനായിട്ട്. സ്കൂളിൽ പോകാനായാലും ഹോസ്പിറ്റലിൽ പോകാനായാലും റേഷൻ വാങ്ങിക്കാനാണെങ്കിലും പച്ചക്കറി വാങ്ങിക്കാനാണെങ്കിലും പുറത്ത് റോഡിലൂടെ നമ്മുടെ ലിങ്ക് ഇവിടെ നിന്ന് തീരുകയാണ്. ഒരു 6 കിടപ്പ് രോഗികളുണ്ട് ഇവിടെ. അവർക്ക് ആംബുലൻസ് വരാൻ ഇവിടെ സൗകര്യമില്ല. അവർക്ക് വേറെ വഴിയിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ, പൊക്കിയെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെച്ചറെ കൊണ്ടുപോകാനേ ഇവിടുന്ന് സാധിക്കത്തുള്ളൂ. കോൺട്രാക്ട് വരുന്ന പണം ഇത് പോരാ, തികയുന്നില്ല. 30 ലക്ഷം രൂപയാണ് ഈ റോഡിൻ്റെ DRനും മണ്ണ് ഫില്ലിങ്ങിനും തന്നത്. അതുകൂടാതെ ഇപ്പോൾ ഒരു 17 ലക്ഷം രൂപ വീണ്ടും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം പറയുന്നു അതിപ്പോൾ അതുകൊണ്ടും തികയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ പണം ഇവിടെ പോകുന്നെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇവിടുത്തെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. അവർ ഇവിടെ ഒരു ബാനർ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബാനർ കൂടി കാണാം. വഴിയില്ലെങ്കിൽ വോട്ടില്ല. നെടുമൺ 12-ാം വാർഡ് 2 വർഷമായുള്ള ദുരിതം. കണ്ണ് തുറക്കൂ അധികാരികളെ. യഥാർത്ഥത്തിൽ അധികാരികൾ കണ്ണ് തുറക്കുക തന്നെ വേണം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട. അപ്പോൾ വഴിയില്ലെങ്കിൽ വോട്ടില്ല, വഴിയാക്കി കൊടുത്താൽ വോട്ട് കിട്ടുമായിരിക്കും. അപ്പോൾ പിന്നെ വഴിയുണ്ടാക്കിയാൽ അതിന് വോട്ടിന് ഒരു വഴിയായല്ലോ.